ബിസിനസ് ലോകം ഓരോ ദിവസവും ഭയങ്കര സ്പീഡിലാണ് മുന്നോട്ടു പോകുന്നതല്ലേ? ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു വഴികാട്ടിയെ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഇതാ നിങ്ങളുടെ പുതിയ കൂട്ടാളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഇത് നിങ്ങളുടെ ബിസിനസിനെ എങ്ങനെ മാറ്റിമറിക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. AI എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നതെന്തായിരിക്കും? അയ്യോ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് കാശ് വേണം, പിന്നെ ടെക്നിക്കലായിട്ട് എന്തൊക്കെയോ അറിയണം, ശരിയല്ലേ? പക്ഷേ ആ ധാരണയുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. കാലം ഒരുപാട് മാറി. ഇന്ന് AI എത്രത്തോളം സിമ്പിളായി നമ്മുടെ ബിസിനസ്സുകളെ സഹായിക്കുമെന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അപ്പോൾ നമുക്ക് ഈ AIനെ പേടിക്കേണ്ട ഒരു സംഭവമായി കാണാതെ നമ്മുടെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടാളിയായിട്ട് കണ്ടാലോ? ഒന്നാലോചിച്ചു നോക്കിയേ. ഒരു ചെറിയ ചായക്കടയിലെ സ്റ്റോക്ക് തീരാറായോ എന്ന് നോക്കുന്നത് തൊട്ട് ഒരു ഓൺലൈൻ ബുട്ടീക്കിൽ വരുന്ന കസ്റ്റമർ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വരെ AI സഹായിക്കും. അതും സൗജന്യമായോ അല്ലെങ്കിൽ വളരെ ചെറിയ ചെലവിലോ എന്നൊരുപാട് ടൂൾസ് കിട്ടും. അപ്പോ എന്താണ് ഈ AI? പേടിക്കണ്ട, ഇതുപയോഗിക്കാൻ വലിയ ടെക്നിക്കൽ ഡിഗ്രി ഒന്നും വേണ്ട. ഇതിന്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അതിലൊന്ന് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ML. സിമ്പിളായിട്ട് പറഞ്ഞാൽ പഴയ ഡേറ്റയൊക്കെ നോക്കി പഠിച്ച് ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഉപകാരപ്പെടുന്നതെന്നല്ലേ? ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ കൊല്ലത്തെ സെയിൽസ് ഡാറ്റയൊക്കെ വെച്ച് അടുത്ത മാസം ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ ഡിമാൻഡ് വരാൻ പോകുന്നതെന്ന് AIക്ക് ഒരുവിധം പ്രവചിക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? അടുത്തത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, അതായത് NLP. നമ്മൾ സംസാരിക്കുന്ന സാധാരണ ഭാഷയില്ലേ, അത് കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കാനും അതേപോലെ തിരിച്ച് നമ്മളോട് സംസാരിക്കാനും സഹായിക്കുന്ന ടെക്നോളജിയാണിത്. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മളെല്ലാവരും ദിവസവും കാണുന്നതാണ് വാട്സാപ്പ് ചാറ്റ് ബോട്ടുകൾ. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ ബോട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങൾക്കായി പണിയെടുക്കുന്ന ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റ്. ഓക്കേ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് എന്റെ ബിസിനസ്സിന് ശരിക്കും എന്ത് പ്രയോജനമാണുള്ളത്? നമുക്ക് നോക്കാം. AI ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ കച്ചവടം കൂട്ടാമെന്ന്. പ്രധാനമായും 3 ഏരിയകളിലാണ് AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. 1. കസ്റ്റമേഴ്സുമായിട്ടുള്ള നമ്മുടെ ബന്ധം. 2. ബിസിനസ് നടത്തിപ്പിലെ കാര്യക്ഷമത അല്ലെങ്കിൽ ഓപ്പറേഷൻസ്. പിന്നെ 3ാമത്തത് മാർക്കറ്റിംഗ്. ആദ്യം നമുക്ക് കസ്റ്റമർ റിലേഷൻസിന്റെ കാര്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചാറ്റ്ബോട്ടിന്റെ കാര്യം ഓർക്കുന്നില്ലേ? 24 മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് ബിസിനസ്സിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ റിസൾട്ട് അത് ചെറുതൊന്നുമല്ല. ശരിയായ രീതിയിൽ AI ഉപയോഗിച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 50% വരെ കൂട്ടാമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒന്നോർക്കണം, ഹാപ്പിയായ കസ്റ്റമേഴ്സാണ് വീണ്ടും വീണ്ടും നമ്മുടെ കടയിലേക്ക് വരുന്നത്. അടുത്തത് ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ ബിസിനസ്സിലെ ദൈനംദിന ജോലികൾ. ഇതൊക്കെ കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ AIക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ചെറിയ ഫാക്ടറി അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്തുകയാണെന്ന് വെക്കാം. അവിടുത്തെ ഒരു മെഷീൻ എപ്പോ കേടാകുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാലോ, പെട്ടെന്നൊരു ദിവസം പണി നിന്നുപോകുന്ന അവസ്ഥ ഒഴിവാക്കാം, അല്ലേ? ഇതൊരൊറ്റ കാര്യം കൊണ്ട് തന്നെ മെയിന്റനൻസിന് വരുന്ന ചെലവ് 30% വരെ കുറയ്ക്കാൻ പറ്റും. ഇനി മാർക്കറ്റിംഗിന്റെ കാര്യം. കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ AI ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ് കൊണ്ടുവരുന്നത്. ദാ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. AI ടൂൾസ് ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ചെലവ് ഏകദേശം 40% വരെ കുറയുന്നു. പക്ഷെ അപ്പുറത്ത് നോക്കൂ, നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം, അതായത് ലീഡ്സ്, 60%-ഓളം കൂടുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ബിസിനസ്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ? നടക്കും. കേരളത്തിൽ തന്നെ AI ഉപയോഗിച്ച് വിജയിച്ച ചില ബിസിനസ്സുകളുടെ കഥകൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തൃശ്ശൂരിലെ ഒരു പലഹാര നിർമ്മാതാവിന്റെ കഥ കേൾക്കാം. അവരുടെ പ്രശ്നം എന്തായിരുന്നുവെന്നാൽ ഓൺലൈൻ ഓർഡറുകൾ ഒരുപാട് വരാൻ തുടങ്ങി, പക്ഷേ അതെല്ലാം മാനേജ് ചെയ്യാൻ ആളില്ലാതെ ബുദ്ധിമുട്ടി. അതിനൊരു പരിഹാരമായിട്ടാണ് അവരൊരു AI ചാറ്റ്ബോട്ട് വെച്ചത്. അതോടെ രാത്രിയോ പകലോ എന്നില്ലാതെ ഓർഡർ എടുക്കാനും സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാനും പറ്റി. അപ്പോ അതിന്റെ റിസൾട്ട് എന്തായെന്നല്ലേ? ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. വെറും 4 മാസം കൊണ്ട് അവരുടെ കച്ചവടം കൂടിയത് 45%. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി വേറൊരു ഉദാഹരണം ഒരു കാർഷിക സംഘത്തിന്റെയാണ്.
അവരുടെ പ്രധാന പ്രശ്നം മാർക്കറ്റിലെ വിലയുടെ കയറ്റിറക്കുമായിരുന്നു. എപ്പോ വിളകൾക്ക് വില കൂടും എപ്പോ കുറയുമെന്നറിയാതെ വലിയ നഷ്ടം അവർക്ക് സ്ഥിരമായി ഉണ്ടാവാറുണ്ടായിരുന്നു. 25% വരെ നഷ്ടം. എന്നാൽ AI ഉപയോഗിച്ച് മാർക്കറ്റ് ഡേറ്റ അനലൈസ് ചെയ്യാൻ തുടങ്ങിയതോടെ എപ്പോ വിൽക്കണം എപ്പോ പിടിച്ചുവെക്കണമെന്നവർക്ക് കൃത്യമായി മനസ്സിലായി. അങ്ങനെ ആ വലിയ നഷ്ടം അവർക്ക് ഒഴിവാക്കാൻ പറ്റി. ഈ വിജയകഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം തോന്നുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം? പേടിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പുകളുടെ നിങ്ങൾക്കും AI നിങ്ങളുടെ ബിസിനസിന്റെ ഭാഗമാക്കാം. സ്റ്റെപ്പ് 1. ആദ്യം നിങ്ങളുടെ ബിസിനസ്സിലെ ഒരു പ്രശ്നം തിരഞ്ഞെടുക്കുക. കസ്റ്റമർ സർവീസിലാണോ കൂടുതൽ തലവേദന, അതോ സ്റ്റോക്ക് മാനേജ്മെന്റിലോ? ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. സ്റ്റെപ്പ് 2. ഒരുപാട് AI ടൂളുകൾക്ക് സൗജന്യമായി പരീക്ഷിച്ചു നോക്കാൻ അവസരമുണ്ട്. അപ്പോ പൈസ മുടക്കുന്നതിനു മുൻപ് ഇതൊക്കെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും ചേർന്നതേതാണെന്ന് കണ്ടെത്തുക. സ്റ്റെപ്പ് 3. നമ്മുടെ നാട്ടിലുള്ളവരുമായി സഹകരിക്കുക. ഇന്ത്യയിലുള്ള ദുകാൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മളെപ്പോലുള്ള ചെറിയ ബിസിനസ്സുകൾക്ക് വേണ്ടിയുള്ള AI സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഒന്നോർക്ക, AI എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികളുടെ മാത്രം കുത്തകയല്ല. അത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സുവർണാവസരമാണ്. അപ്പോ ഈ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ബിസിനസ്സിന്റെ ഭാവിയെ അടിമുടി മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ?